വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള സമർപ്പണം. 14-ാം ദിവസം. തിരുസഭയുടെ സംരക്ഷകനായ യൗസേപ്പ്. ദൈവവചനം. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ധ്യാനം. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ അങ്ങയെ തിരുസഭയുടെ സംരക്ഷകനായി ദൈവം നിയോഗിക്കുമെന്ന് യൗസേപ്പിതാവേ അങ്ങ് എപ്പോഴെങ്കിലും കരുതിയിരുന്നുവോ? ഉണ്ണിയേശുവിനെയും മറിയത്തെയും എല്ലാ തിന്മകളിൽ നിന്ന് പൊതിഞ്ഞ് പിടിക്കാൻ പോലുള്ള കരുത്തുറ്റ കരം മറ്റാർക്കാണുള്ളത്? അങ്ങയുടെ പരിശുദ്ധിക്കും നൈർമല്യതയ്ക്കും ധീരതയ്ക്കും പകരം വയ്ക്കാൻ ആരുമില്ലല്ലോ. തിരുക്കുടുംബത്തിൻ്റെ കടന്നുപോയ അതേ പ്രലോഭനങ്ങളിലൂടെയും തിന്മകളിലൂടെയും ആണല്ലോ ഇന്നത്തെ സഭയും ദൈവമക്കളും കടന്നു പോകുന്നത്. നമുക്ക് യൗസേപ്പിൻ്റെ അടുക്കൽ അഭയം തേടാം. സഭയുടെ ആദ്യ രൂപം മറിയമാണല്ലോ. വചനത്തെ മാംസം ധരിപ്പിക്കാൻ തന്നെ സമർപ്പിച്ച മറിയം ദൈവസുതനെ കുരിശോളം അനുഗമിക്കുകയും ചിതറിപ്പോയ ശിഷ്യഗണത്തെ പെന്തക്കോസ്തായ്ക്ക് ഒരുക്കുകയും ക്രിസ്തുവിൻ്റെ രണ്ടാം ആഗമനത്തിനായി സഭയെ അണിയിച്ചൊരുക്കുകയും ചെയ്യുന്ന മറിയം. അവളുടെ പരിരക്ഷണം യൗസേപ്പിനെയാണല്ലോ ദൈവം ഭരമേൽപ്പിച്ചത്. കാരണം യൗസേപ്പ് മറിയത്തെ സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചിട്ടുണ്ടാകില്ല. ഇത്രയധികം സ്നേഹവും പരിരക്ഷണവും നൽകാൻ കഴിവുള്ള യൗസേപ്പിനെ തന്നെ തിരുസഭയുടെ സംരക്ഷണം ഏൽപ്പിക്കാമെന്ന് കരുതിയ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വിശുദ്ധ കരങ്ങളിൽ സ്വർഗദേശത്തേക്കുള്ള ഞങ്ങളുടെ യാത്ര സുരക്ഷിതമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മറിയത്തെ സ്നേഹിച്ചതുപോലെ യൗസേപ്പ് തിരുസഭയെ സ്നേഹിക്കുന്നു. അനേകം വിശുദ്ധരും വേദപാരംഗതരും തിരുസഭയിലുണ്ടെങ്കിലും വിശുദ്ധ യൗസേപ്പിനെയാണ് ആഗോള സഭയുടെ മധ്യസ്ഥനായി 9-ാം പിയൂസ് മാർപ്പാപ്പ 1870 ഉയർത്തിയത്. തിരുക്കുടുംബത്തെ എന്ന പോലെ തിരുസഭയെയും അവൻ കാത്തു പരിപാലിക്കും. സഭ പരിരക്ഷിക്കപ്പെടുന്നത് ആയുധബലത്താലോ സൈന്യബലത്താലോ അല്ല, പരിശുദ്ധമായ ജീവിതം നയിക്കുന്ന ദൈവമക്കളുടെ സാക്ഷ്യത്തിലാണ്. സഭയെ ഏറ്റവും വലിയവർ എന്ന് പറയുന്നത് അധികാരം കൈയാളുന്നവരാകണമെന്നില്ല, മറിച്ച് വിശുദ്ധരാണ്. അതിൽ സ്ത്രീയും പുരുഷനും ഉണ്ടാകാം, കുഞ്ഞോ വയോധികനോ ആകാം. വിശുദ്ധി കൊണ്ട് മുടിച്ചൂടി നിൽക്കുന്ന സഭയാണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങുന്നത്. ഓ വന്ദിനായ യൗസേപ്പ് പിതാവേ, ഇന്ന് സഭാനൗക കാറ്റിലും കോളിലും പെട്ട് വല്ലാതെ ഉലയുകയാണ് എന്ന് നീ കാണണമേ. നിന്റെ അരുമസന്താനമായ ഈശോയ്ക്ക് വേണ്ടി നിലകൊണ്ട രാജ്യങ്ങളും സംവിധാനങ്ങളും ഇന്ന് ആ നാമം പേറുന്നില്ലെന്ന് മാത്രമല്ല, ദൈവീക മൂല്യങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്തുന്നതിലാണ് താല്പര്യം കാണിക്കുന്നത്. ശക്തമായ ഒരു ധാർമ്മിക ശക്തിയായി നിലകൊള്ളാൻ സഭയ്ക്ക് കഴിയാതെ പോകുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിശ്വസ്തതയില്ലാത്ത കൃത്യനിർവഹണം, സ്വന്തം താല്പര്യങ്ങളെ മുൻനിർത്തി നടത്തുന്ന തീരുമാനങ്ങൾ സ്വകാര്യ ജീവിതത്തിലെ പരിശുദ്ധി നഷ്ടമാക്കി സഭയെ ദുർബലമാക്കുന്ന ചെയ്തികൾ എല്ലാത്തിനുമായി മാപ്പിരക്കാൻ പുണ്യതാതനായ യൗസേപ്പിലേക്ക് നോക്കാം. നമുക്ക് ലോകത്തിൻ്റെ ശക്തികൾ സഭയുടെ പുറത്തു നിന്നുകൊണ്ട് ആക്രമണം അഴിച്ചുവിടുന്നത് പോലെ സഭയ്ക്കകത്തും ലോകാരൂപിയുടെ പ്രവർത്തനം ശക്തമാകുന്നു. പാപികളായ മനുഷ്യരാൽ നയിക്കപ്പെടുന്ന ദൈവിക സംവിധാനമാണ് സഭയെന്ന് ഒരിക്കൽ കൂടി ഞങ്ങളെ ഓർപ്പിച്ചു തരണമേ. സഭ ഞങ്ങളുടെ അമ്മയാണെന്ന്, വിശുദ്ധിയിലാണ് സഭയുടെ മഹത്വമെന്നും ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. നരകശക്തി തിരുക്കുടുംബത്തിനെതിരെ പദ്ധതികൾ ഒരുക്കിയപ്പോൾ ദൈവീക നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഉണ്ണിയേശുവിനെയും മറിയത്തെയും സംരക്ഷിച്ചതുപോലെ തിരുസഭയെയും യൗസേപ്പ് സംരക്ഷിക്കും. സഭയിൽ ഇന്ന് അതിശൈത്യമുള്ളതിനാൽ വസന്തം വൈകില്ല എന്നുറപ്പിക്കാം.
സഭയുടെ പീഡാനുഭവവും കുരിശുമരണവും ഇന്ന് നാം കാണുന്നതിനാൽ ഉത്ഥാനം അകലെയല്ല. പ്രാർത്ഥന. തിരുസഭയുടെ സംരക്ഷകനായ വിശുദ്ധ യൗസേപ്പേ, സഭയെ പരിരക്ഷിക്കണമേ. അജപാലകരെ കാത്തുകൊള്ളണമേ. വിശ്വാസികളെ പൊതിഞ്ഞു പിടിക്കണമേ. ആമേൻ.